ഹലോ. ടർക്കിയിൽ നിന്ന് അവാർഡുമായി പറക്കാനും ടർക്കിയുടെ മനോഹാരിത ആസ്വദിക്കാനും വേണ്ടി എത്തിയതായിരിക്കുമല്ലേ മിസ്റ്റർ മിഥുൻ നന്ദൻ? ആരാ സംസാരിക്കുന്നേ? നീയും നിന്റെ തന്തയും കൂടി നശിപ്പിച്ച ഒരു വ്യക്തിയാ. നിന്റെ തന്തപ്പടി എനിക്കിട്ട് കുറേയേറെ താങ്ങിയതാ. അതിപ്പോഴും എന്റെ മനസ്സിൽ തന്നെയുണ്ട്. അതിന് തക്കതായ തിരിച്ചടി നൽകാൻ വേണ്ടി ഇത്രയും നാളും പതുങ്ങിയിരുന്ന നിന്റെ ശത്രുവാണ് ഞാൻ. ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഇനിയും നിനക്കെന്നെ മനസ്സിലായില്ലേ മിഥുൻ നന്ദൻ? ജയദേവ് നന്ദൻ. എന്താണ് പ്രവീൺ മാധവ് നേരം വെളുത്തപ്പോഴേ എന്റെ പേര് ജപിച്ചുകൊണ്ടിരിക്കുന്നത്? കാപ്പി വേണോ ചായ വേണോ? നിന്റെ ചോരയാണ് വേണ്ടത്. എടാ ഡാ ജയദേവ, നീയും നിന്റെ മകനും ചേർന്ന് എന്റെ ബിസിനസിന്റെ ലൈസൻസ് ആണ് ക്യാൻസൽ ചെയ്യിപ്പിച്ചത്. എന്റെ ഫാക്ടറി സീസ് ചെയ്യിപ്പിച്ചു. നാട്ടുകാരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയിലും എന്നെ എത്തിച്ചു. അതെ പ്രവീൺ മാധവ്, ആരെയും മനഃപൂർവ്വം ചതിക്കാൻ ശ്രമിച്ചിട്ടില്ല. നിന്റെ അതിമോഹമാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. നിലവാരമില്ലാത്ത പ്രോജക്റ്റുകളിലൂടെ എത്ര പേരുടെ ജീവനാണ് നീ എടുത്തത്? അതുകൊണ്ടല്ലേ ഇങ്ങനൊരു ദുരവസ്ഥ? ബിസിനസ് ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ജനങ്ങളെ നന്നാക്കാൻ വേണ്ടിയല്ല. അവിടെയാണ് നിനക്ക് തെറ്റ് പറ്റിയത് പ്രവീൺ മാധവ്. അതിപ്പോഴെങ്കിലും നീ റിയലൈസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷേ ഇപ്പോഴും നീ ചെയ്തു കൂട്ടിയതൊക്കെ ന്യായീകരിക്കാനാണ് നിനക്കിഷ്ടം. നീ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. ഞാൻ നന്നാവുക മാത്രമല്ല, നിന്റെയൊക്കെ മുകളിലേക്ക് ഉയർന്ന് പറക്കും ഞാൻ. നിങ്ങൾ എന്നോട് കാണിച്ച ദ്രോഹത്തിന് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി. ഈ പ്രവീൺ മാധവനെ നിങ്ങൾ വെറുതെ തൊട്ട് കളിച്ചതിന് ജീവിതകാലം മുഴുവൻ നിങ്ങൾ ദുഃഖിക്കും. ഓൾ ദ വെരി ബെസ്റ്റ്. എന്താടാ നിന്റെ നാവ് താണു പോയത്? അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായി എന്നർത്ഥം. ഞാൻ പറഞ്ഞ ഓരോ വാക്കും ഞാൻ നടപ്പിലാക്കിയിരിക്കും. വെയിറ്റ് ആൻഡ് വാച്ച്. ഇവന് ഞാൻ എവിടെ എന്താന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൻ എൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ നടന്ന കിഡ്നാപ്പിങ്ങും അവന്റെ പണി തന്നെയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മുടെ പുറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവനൊരു കുഞ്ഞു കള്ളനോ ചില്ലറ കള്ളനോ ഒന്നുമല്ല. അവനൊരു ഗൂഢാലോചനയുടെ ഭാഗോ. സാറിന് ഇവിടെ ഏതെങ്കിലും ശത്രുക്കളുണ്ടോ? ഉയരങ്ങൾ കീഴടക്കി ഞാൻ തിരിച്ചു വന്നിരിക്കും. നിങ്ങൾ എന്നോട് കാണിച്ച ഈ ചതിക്ക് പ്രതികാരം ചെയ്യാനായിരിക്കും ആ വരവ്.
ഈ പ്രവീൺ മാധവനെ തൊട്ട് കളിച്ചത് എന്തിനാണെന്ന് അന്നു മുതൽ നിങ്ങൾ സ്വയം പഴിച്ചുകൊണ്ട് ജീവിക്കും. എന്റെ കച്ചവട സാമ്രാജ്യം തകർത്തെന്നെ ചതിച്ചതിന് ഒരു പുലിയായി തിരിച്ചെത്തിയിരിക്കുകയാണ് ഈ പ്രവീൺ മാധവ്. സർ, എന്താ മിഥുൻ സാർ ഇത്? ചുറ്റും എന്താ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ എന്തിനാ കണ്ണു അടച്ചു പിടിച്ചോണ്ട് സാറിങ്ങനെ നടക്കുന്നത്? ഇപ്പൊ ഒന്ന് കാല് തെറ്റിയിരുന്നെങ്കിൽ ജീവന് പോലും അപകടമാവില്ലായിരുന്നോ? ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എങ്ങനെയാ? എന്തോ ആലോചിച്ചുകൊണ്ട് നടന്നാ ഞാൻ കണ്ടില്ലായിരുന്നു. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. ഇത്രയ്ക്കും അശ്രദ്ധ കാണിച്ചാൽ എങ്ങനെയാന്ന്? ചുറ്റുപാട് മറന്ന് അങ്ങനെ എന്താ ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വരുമ്പോ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണം? സാറിനോട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? മതി മേഘനന്ദ, നിന്റെ മുന്നിൽ നിൽക്കുന്നത് നിന്റെ ബോസാ. ആ ബോസിനോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് പോലും മറന്നുപോയതാണോ? രക്ഷപ്പെടുത്തിയതിന്റെ പേരിലായിരിക്കും അല്ലേ ഇത്ര ലാഘവത്തോടെ സംസാരിക്കുന്നേ? അങ്ങനെയല്ല മഞ്ജരി മേഡം. നമ്മുടെ കൂടെയുള്ളത് ബോസ് ആണെങ്കിലും നമുക്ക് താഴെയുള്ള എംപ്ലോയി ആണെങ്കിലും ജീവൻ അപകടം ഉണ്ടായ എല്ലാവരും ഒരുപോലെയാ. സൂക്ഷിക്കണേ എന്ന് പറയാനായിട്ട് സ്ഥാനമാനങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഹൗ ഡെയർ യു ടു ടോക്ക് ലൈക്ക് ദിസ്? എന്നോട് നീ തർക്കുത്തരം പറയുന്നു അല്ലേ? മഞ്ജരി, വാട്ട് ഈസ് ദിസ് മിഥുൻ? മേഘനന്ദ നിന്നെ ഉപദേശിക്കുന്നത് കേട്ടോണ്ട് എങ്ങനെ നിക്കാൻ പറ്റുന്നു? മേഘനന്ദ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ. അവൾ എന്റെ നല്ലതിന് വേണ്ടി തന്നെയല്ലേ പറയുന്നത്. പിന്നെന്തിനാ മഞ്ജരി ആ പാവത്തിനോട് നീ വെറുതെ ഒച്ച വയ്ക്കുന്നത്? എടോ കുരുവി, ബീച്ച് കാണലൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടേക്കാ? ഇവിടെ അടുത്തൊരു പള്ളിയുണ്ട്. അവിടെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കൂന്നാ. അങ്ങോട്ട് പോയാലോ? ശരി, ആയിക്കോട്ടെ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. വരൂ സാറേ. ഇതോടുകൂടി മിഥുനേട്ടന്റെ അപകടങ്ങൾ ഒഴിഞ്ഞു പോയിന്ന് കരുതാൻ പറ്റില്ല. ആ മദാമ്മ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്തോ വലിയ അപകടം മിഥുനേട്ടന്റെ പുറകെയുണ്ട്. അതെന്തെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ചെറിയമ്മ ഇതിന്റെയൊക്കെ അർത്ഥം? എന്ത് ഉദ്ദേശത്തോടു കൂടി ഇതൊക്കെ ചെയ്തു കൂട്ടുന്നേ? സ്വരുമയോടെ കഴിഞ്ഞു പോകുന്ന ഈ കുടുംബത്തിൽ വേണ്ടാത്ത വിള്ളലുകൾ സൃഷ്ടിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ ഇതൊന്നും ആരോടും പറയാത്തത്. മേഘനെ, ആ മലമ്പുഴ യക്ഷിയുടെ നെക്ലസ് അടിച്ചു മാറ്റിക്കൊണ്ട് അവളുടെ അഹങ്കാരവും ആധിപത്യവും തകർക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അരുണിമയെന്ന പൂതനയെ 10 പേരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്താനുള്ള അവസരമായിരുന്നു അത്. പക്ഷെ അതിനെല്ലാം തടസ്സമായി നീ കയറി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നീ എല്ലാം തവിട് പൊടിയാക്കി. എനിക്കും മഞ്ജരിക്കും നീ ഓരോ ചുവടിലും ഓരോ തടസ്സങ്ങളായി നീ മുന്നിൽ വന്ന് അവതരിച്ചുകൊണ്ടിരിക്കുക. നീ എന്നാ തടസ്സം മാറ്റിയാലല്ലാണ്ട് ഇനി ഇവിടെ എനിക്ക് ഒന്നും ചെയ്യാനാവില്ല. ഹലോ ഹലോ പ്രിയമതേ, എന്തൊക്കെയുണ്ട്? എല്ലാം നല്ല വിശേഷങ്ങൾ തന്നെയാ. എന്താണ് പ്രത്യേകിച്ച്? നാളെ ഞങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരാനിരിക്കുവാ. ഞങ്ങളുടെ വീട്ടിലേക്കോ? എന്താ വിശേഷിച്ച്? നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ ഒന്ന് പറഞ്ഞുറപ്പിക്കണ്ടേ പ്രിയമതേ? അതുടനെ വേണം. അതുകൊണ്ട് നാളെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കാന്ന് കരുതി. ഓ, അതിനെന്താ പെട്ടെന്ന് വന്നോ? നാളെ അമ്പലത്തിലെ പോറ്റിയും കൂടെ വിളിച്ച് ആ മുഹൂർത്തം കൂടെ കുറിക്കുകയാണെങ്കിൽ ഒരു പണി അങ്ങ് തീരുവല്ലോ. പിന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ അങ്ങ് തുടങ്ങുകയും ചെയ്യാം. നീ എന്തു പറയുന്നു? ഇങ്ങനൊരു ശുഭകാര്യത്തിന് ഞാൻ തടസ്സം പറയോ? എന്റെ മോള് നിന്റെ വീട്ടിലെ മരുമകളായി പറഞ്ഞയക്കുന്ന നാളും കാത്താ ഞാൻ ഇരിക്കുന്നത്. നീ നാളെ തന്നെ വന്നോ രാജേശ്വരി? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നമുക്ക് നാളെ കാണാം. വെക്കട്ടെ. ബൈ. എന്തായാലും മേഘന ഇവിടെ ഇല്ലാത്തത് നന്നായി. നാളെ തന്നെ കല്യാണത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കണം. ആ മേഘന എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ
എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഏടങ്കോലിടാൻ ശ്രമിക്കുമായിരുന്നു. ഇനിയിപ്പൊ ഞാൻ പറയും പോലെ എല്ലാം നടന്നോളൂ. ഇതാണ് സാറേ ഇവിടത്തെ ആ അത്ഭുത സിദ്ധിയുള്ള പള്ളി. താഴിട്ട് പൂട്ടുമ്പോ മനസ്സിൽ ആഗ്രഹിച്ചത് പ്രാർത്ഥിച്ചാ അത് നടക്കുന്നുള്ളത് ഉറപ്പാ. ഇത് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ കുരുവി. എന്നാ ആദ്യം ഞാൻ തന്നെ പ്രാർത്ഥിച്ചേക്കാം. അപ്പോ താഴെ എവിടെ നിന്ന് കിട്ടും? ദേവിടുണ്ട്, ഞാൻ മാഡത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ പിടിക്ക്. എന്റെ ദൈവമേ, എന്നെയും മിഥുനെയും എത്രയും പെട്ടെന്ന് ഒന്നിപ്പിക്കണേ. ആ മേഘനയുടെ വലയിൽ നിന്ന് മിഥുനെ രക്ഷിച്ച് എനിക്ക് തരണേ. ഒരിക്കലും പ്രാർത്ഥിച്ച് കയ്യിലെടുത്ത് കഴിഞ്ഞാ ആ പൂട്ടും താഴും പവിത്രമായതും വിശേഷപ്പെട്ടതാന്നാ പറയാറ്. നിലം തൊടാതെ സൂക്ഷിക്കണമായിരുന്നു. പക്ഷെ മാഡം അത് താഴിട്ട് അശുദ്ധമാക്കി. ഇനി മാഡം പൂട്ടുന്ന ആ പൂട്ടിന് ഒരു വിലയില്ല. നീ പറഞ്ഞ ഉടനെ അതുപോലെ നടക്കുക. എന്റെ പ്രാർത്ഥന ഒത്തിരി ശക്തിയുള്ളതാ. എന്നായിക്കോട്ടെ, പൂട്ടും താഴും നിലത്തിട്ട് കഴിഞ്ഞാ മനസ്സിൽ വിചാരിച്ചത് നടക്കില്ലെന്നാ ഇവിടത്തുകാരുടെ ഐതിഹ്യം. ഞാനത് പറഞ്ഞേ ഉള്ളൂ, അതിന് എന്നോട് പിണങ്ങിയിട്ട് കാര്യമില്ല. മാഡം, ഇനി മാഡം വരാനിരിക്കുന്ന അപകടത്തിൽ നിന്നും മിഥുനേട്ടനെ രക്ഷിക്കണം. അതിനുള്ള ധൈര്യവും ശക്തിയും എനിക്ക് തരണേ. അപകടം എന്താണെന്നുള്ളതിന്റെ സൂചനയും തരണേ. മിഥുൻ സാറേ, സാറ് പൂട്ടുന്നില്ലേ? ഓ, അതൊന്നും വേണ്ട കുരുവി. അത്ര അത്യാവശ്യത്തിന് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊന്നും എന്റെ മനസ്സിലില്ല. നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്താ? മാഡം വന്നേ കണ്ണു തള്ളി പോകുന്നൊരു കാഴ്ച കാണിക്കാം. ഓക്കെ. എന്റെ ഈ മുട്ടുവേദന കൊണ്ട് ഞാൻ സഹികെട്ടു. രാവണന്റെ കൊട്ടാരം പോലുള്ള ഈ വീട്ടില് ഒരു മുട്ടുസൂചി വീണാ പോലും കേക്കും. അതുപോലെ ആളൊഴിഞ്ഞു കിടക്കുവാണല്ലോ. എല്ലാരും എവിടെ പോയതാവും? സഞ്ജനെ, ഇങ്ങോട്ട് വന്നേ. എന്താ അച്ഛമ്മ? വീട്ടിലാരെയും കാണുന്നില്ലല്ലോ മോളെ. എല്ലാരും എവിടെ പോയിരിക്കാ? വെല്ലേട്ടനും മഞ്ജരിയും കൂടി ഫോറിനിലേക്ക് പോയത് അച്ഛമ്മയ്ക്ക് അറിയാവുന്ന കാര്യല്ലേ. മിഥുനേട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ട് വല്യമ്മയും വല്യച്ഛനും വിവേകേട്ടനും ഹോസ്പിറ്റലിന് എന്തോ കാര്യത്തിന് വേണ്ടി പോയിരിക്കാം. മമ്മി മോളിൽ എവിടെയുണ്ട്. ഹർഷിനി കാലത്തെ ബ്യൂട്ടി പാർലറിലേക്ക് പോയതാ. ഇനി ഈ വീട്ടില് ബാക്കിയുള്ളത് അച്ഛമ്മയും ഞാനുമാ. ആഹാ, കൊള്ളാലോ. ഇത്രയും വലിയൊരു വീട്ടില് ഒരാളനക്കത്തിന് പോലും ആരും ഇല്ലെങ്കി ഈ വീടിപ്പോ ഒരു ഭാർഗവി നിലയം പോലെ പേടി തോന്നി പോവാ കാണുമ്പോ. അച്ഛമ്മേ, വല്യച്ഛനും വല്യമ്മയും വരുന്നുണ്ട്. ആഹാ. വിവേക്, ആ പുതിയ പ്രൊജക്ടിന്റെ കാര്യങ്ങളൊക്കെ നീ തന്നെ വേണം നോക്കാൻ. ഓരോന്നിനും മിഥുനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാൻ നിൽക്കണ്ട. ആയിക്കോട്ടെ. ചേച്ചി, ജേട്ടാ എത്തിയല്ലേ?
നിങ്ങൾ വരാൻ കാത്തിരിക്കായിരുന്നു. എന്താ കാര്യം പ്രിയമതേ? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ പ്രിയമ്പതേത്? നാളെ മുഹൂർത്തം കുറിക്കാനായിട്ട് രാജേശ്വരിയും വീട്ടുകാരും വരുന്നുണ്ടത്രേ. അത് ശരി. അതെ ചേച്ചി. അതൊരു മംഗളകരമായ വാർത്തയാണല്ലോ. ചേച്ചി, നാളെ തന്നെ മുഹൂർത്തം കുറിച്ച് ക്ഷണക്കത്ത് പ്രിന്റിങ്ങിന് കൊടുക്കാന്ന രാജേശ്വരി പറഞ്ഞു. അരുണിമേച്ചി എന്ത് പറയുന്നു? ഞങ്ങൾ ഇതിൽ എന്തു പറയാനാ പ്രിയമതേ? നമ്മുടെ സഞ്ജന മോൾക്ക് കല്യാണക്കല വന്നു എന്നർത്ഥം. ഇനി ആര് പിടിച്ചാലും അത് നിൽക്കില്ല. വിചാരിച്ച പോലെ നടക്കട്ടെ. വല്യമ്മയ്ക്ക് ഇതെന്താ പറ്റി? ഇത്രയും നേരം തെളിഞ്ഞിരുന്ന മുഖം പെട്ടെന്ന് എന്താ വാടിപ്പോവാൻ കാരണം? എന്താന്നാ പറയണ്ടേ? നമ്മുടെ വീട്ടിൽ ഇനി എന്ത് മംഗളകർമ്മം നടന്നാലും വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടാവും. പക്ഷെ ഈ ഒരു വിശേഷത്തിന് മിഥുൻ ഇല്ലാതെ പോയത് വല്ലാത്തൊരു വിഷമം. എനിക്കും അതിൽ നല്ല വിഷമമുണ്ട് ചേച്ചി. പക്ഷേ ചെറുക്കന്റെ വീട്ടുകാര് തിടുക്കം കാണിക്കുമ്പോ നമ്മള് വലിച്ചു നീട്ടുന്നത് ബുദ്ധിയല്ലല്ലോ ചേച്ചി. അല്ലെങ്കിൽ മിഥുൻ വന്നിട്ടാവാന്ന് വിളിച്ച് പറഞ്ഞേക്കട്ടെ. അത് വേണ്ട, ശരിയല്ലത്. അവർക്കത് ചിലപ്പോ ഇൻസൾട്ടായി തോന്നിയാലോ. ക്ഷണപത്രം കുറിക്കുന്ന കാര്യമല്ലേ അരുണിമേ? അതിനിപ്പം ഇതിനില്ലെങ്കിൽ എന്താ? കല്യാണത്തിന് അവൻ എത്തുമല്ലോ. അപ്പൊ അവൻ എല്ലാത്തിനും മുന്നിലുണ്ടാവും. മോളെ സഞ്ജനെ, നിനക്ക് കല്യാണത്തിനുള്ള യോഗം വന്നു. നീ ചെറിയ കുട്ടിയാണെങ്കിലും കല്യാണത്തോടെ ഒരു പക്വതയൊക്കെ വരണം നിനക്ക്. ഇപ്പൊ തൊട്ടൊരു കുടുംബം നടത്തുന്നതിനുള്ള എല്ലാം പഠിച്ചിരിക്കണം നീ. അരുണിമേ, അത് പഠിച്ചെടുത്താൽ വരുന്നതല്ല, സ്വഭാവത്തിലുണ്ടാവണം. അതും ശരിയേട്ടാ. സഞ്ജനെ, ഭർത്താവിന്റെ വീട്ടിലേക്ക് പോവാൻ റെഡിയാണല്ലോ അല്ലേ? പ്രിയമതേ ചേച്ചി, സഞ്ജനയ്ക്ക് എന്താ പറ്റി? കല്യാണക്കാര്യം പറഞ്ഞതും അവളങ്ങ് പോയല്ലോ. മാത്രമല്ല, ഞാൻ അവളോട് ചോദിച്ചതിന് അവൾ ഉത്തരം പോലും പറഞ്ഞില്ലല്ലോ. അയ്യോ, അവള് കൊച്ചുകുട്ടിയല്ലേ ചേച്ചി. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഇന്നത്തെ കുട്ടികൾക്ക് പേടിയാ. ആണോ? അത്രയല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു. സഞ്ജനെ, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. നിന്റെ വാക്കുകളിലോ പ്രവൃത്തികളിലോ ഏതെങ്കിലും രീതിയിൽ ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്നോ സന്തോഷിനെ ഇഷ്ടമല്ലെന്നോ മറ്റാരെങ്കിലും അറിയാൻ ഇടയായാൽ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പിന്നെ ഈ അമ്മ നിനക്കുണ്ടാവില്ല. തൂങ്ങി ചത്തു കളയും ഞാൻ. എന്റെ മരണം കാണാനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഓർമ്മയിരിക്കട്ടെ. കല്യാണശേഷം എന്റെ താല്പര്യങ്ങളായിരിക്കണം നിന്റെയും താല്പര്യങ്ങൾ. എന്റെ ഇഷ്ടത്തിനൊത്തു വേണം നീ ജീവിക്കാൻ. അല്ല, പറ്റില്ല എന്നൊക്കെ പറഞ്ഞാ എന്റെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും. മഞ്ജരി, പള്ളിയിൽ വെച്ച് നീ ദൈവത്തോട് എന്താ ശരിക്കും പ്രാർത്ഥിച്ചേ? എന്റെ മനസ്സിലാകെ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അതെന്താണെന്ന് നിനക്കും അറിയാം. അതെത്ര വലിയ പ്രാർത്ഥനയാണെങ്കിലും എത്ര ഭീകരമായതാണെങ്കിലും ദൈവം കുലുങ്ങാൻ പോകുന്നില്ല. കൂട്ടും താഴും കയ്യിന്ന് പോയതുപോലെ മാഡത്തിന്റെ പ്രാർത്ഥനയും കയ്യിന്ന് പോയിന്ന് കരുതിക്കോളൂ. ഇനി അത് നടക്കുമെന്ന് സ്വപ്നത്തെ പോലും വിചാരിക്കണ്ട. ഇനി ഇതിനെപ്പറ്റി ഒരു അക്ഷരം